എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 3 കുറച്ച് ഭാഗം കൂടെ എടുക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നു, ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചായിരുന്നു സംസാരിച്ച് നിർത്തിയത്. ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഏത് രീതിയിലാണത് അതിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചതാണ്. അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ഫിഗർ നമ്മൾ വളരെ നല്ല രൂപത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇന്ന് നമുക്ക് ഈ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു കാർ എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം എടുത്തു, ഒരു ഓട്ടോമൊബൈൽ നമ്മൾ പർച്ചേസ് ചെയ്തു. ആ ഓട്ടോമൊബൈലിനെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തുക എന്നുള്ളത്, നമുക്കറിയാം ഏതൊരു മെഷീൻസും പീരിയോഡിക്കലി നമ്മൾ മെയിൻ്റനൻസ് നടത്തണം. വാഹനം ഒരു മെഷീൻ ആയതുകൊണ്ട് ആ വാഹനത്തിനും മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നിന്നല്ല, അതെന്നും ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പണ്ടൊക്കെ അതാത് വാഹന കമ്പനികളുടെ സർവീസ് സെൻറ്റേഴ്സ് ആയിരുന്നില്ല, പുറത്ത് വർക്ക്ഷോപ്പ് രൂപത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏത് കമ്പനിയാണോ ആ വാഹനം വിൽപ്പന നടത്തുന്നത്, ആ കമ്പനി തന്നെയാണ് ആ വാഹനത്തിൻ്റെ സർവീസ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ടൊയോട്ടയുടെ വാഹനം, അല്ലെങ്കിൽ മാരുതി സുസുക്കി, അല്ലെങ്കിൽ മഹീന്ദ്ര, പിന്നെ ഏത് കമ്പനിയാണെങ്കിലും പണ്ടൊക്കെ പുറത്തുനിന്ന്, നമ്മൾ പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്ന്, ഈ കമ്പനിയുമായി ബന്ധമില്ലാത്ത വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മളിതിൻ്റെ സർവീസുകൾ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആ കമ്പനി തന്നെ സർവീസ് എന്നുള്ള ആ ഒരു മെയിൻ്റനൻസ് പ്രൊസീജിയർ അണ്ടർടേക്ക് ചെയ്യാണ്. ആ രീതിയിലേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റിലൂടെ അവിടെ ഒരു കച്ചവട സാധ്യത കിടക്കുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിങ്ങിൻ്റെ ബിസിനസ് സൈഡിലേക്കല്ല പോകുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ആ വർക്ക്ഷോപ്പിൽ, ഏതൊക്കെ രീതിയിൽ ആ വർക്ക്ഷോപ്പിനെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം സർവീസ് എൻട്രൻസ് ആണ്. അതായത് നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ വാഹനവുമായി സർവീസ് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളത് പ്രൈമറിലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു മാനറിസമാണ് വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റിൽ. രണ്ടാമത്തെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം കസ്റ്റമറുടെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ കസ്റ്റമർ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കസ്റ്റമർ നമ്മോട് സംസാരിക്കും. അത് കൃത്യമായിട്ട് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തതിന് ശേഷം എന്താണ് ആ വാഹനത്തിൻ്റെ കേടുപാടുകൾ, അത് കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ജോലി. അത് സ്വാഭാവികമായിട്ടും ചെയ്യുക സർവീസ് അഡ്വൈസേഴ്സാണ്. നമുക്കറിയാം ഓരോ സർവീസ് സെൻറ്ററിലും സർവീസ് അഡ്വൈസേഴ്സ് ഉണ്ട്. അവരാണ് ആ ഒരു വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റിൽ ഈ സ്റ്റെപ്പ് കെയർ ചെയ്യുന്ന ആൾക്കാർ. മൂന്നാമത്തെ ഫില്ലിംഗ് ഔട്ട് റിപ്പയർ ഓർഡർ ആൻഡ് എസ്റ്റിമേറ്റ്സ്. അതായത് നമ്മൾ ആ റിപ്പയറിൻ്റെ ഓർഡർ ഫില്ല് ചെയ്യും അല്ലേ, ഒരു ജോബ് കാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെ രണ്ടാമത്തെ സർവീസ് അഡ്വൈസർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ റിപ്പയറിങ് ഒരു ഓർഡറാക്കി ഫില്ല് ചെയ്യണം. അത് ചെയ്യുക, അതും സർവീസ് അഡ്വൈസറെ ചെയ്യാം. അതുകൂടാതെ ഈ വർക്കിന് ഇത്ര രൂപ വരാൻ സാധ്യതയുണ്ട്, ഒരു എസ്റ്റിമേഷനും പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഒരു സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മോട് പറയാറുണ്ട്, ഒരു 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപയോളം ഇതിന് എമൗണ്ട് വരും കേട്ടോ എന്നവർ പറയാറുണ്ട്. അതങ്ങനെ ചെയ്യണം. ദെൻ വർക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ റിപ്പയർ ഓർഡറൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ വാഹനത്തിൻ്റെ, ഒരു വാഹനമല്ല പല വാഹനങ്ങളും ഉണ്ടാവും സർവീസ് സെൻറ്ററിൽ. ആ പല വാഹനവും റിപ്പയർ ചെയ്യാൻ വേണ്ടി പല ടെക്നീഷ്യൻസും അവിടെ അവൈലബിൾ ആവും. അപ്പോൾ ഏത് ടെക്നീഷ്യനാണോ ഏൽപ്പിക്കേണ്ടത് ആ ടെക്നീഷ്യൻക്ക് ഈ നമ്മൾ ഉദ്ദേശിച്ച ഈ വാഹനത്തിൻ്റെ വർക്ക് ഏൽപ്പിക്കുക. അത് നമുക്ക് വർക്ക് അലോക്കേഷൻ എന്ന് പറയാം. വർക്ക് അലോക്കേഷൻ ഓർ ഇൻസ്ട്രക്ഷൻസ്. ഇത് ചെയ്യുക ഫോർമാനോ അല്ലെങ്കിൽ ചീഫ് ടെക്നീഷ്യനോ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സർവീസ് അഡ്വൈസറിൽ നിന്ന് ചീഫ് ടെക്നീഷ്യനിലേക്ക് അല്ലെങ്കിൽ ഫോർമാനിലേക്ക് ഈ റിപ്പയർ ഓർഡറിന് ചെല്ലും. ഫോർമാൻ അല്ലെങ്കിൽ ചീഫ് ടെക്നീഷ്യൻ അത് ഓരോ ടെക്നീഷ്യൻസിനെ വിളിച്ച് അവർക്ക് ആ വർക്ക് കൊടുക്കുക ചെയ്യാം. അത് വർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്ന് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ടെക്നീഷ്യൻ സ്കില്ല് പരിഗണിക്കണം. അതേപോലെ തന്നെ ഏത് സമയത്ത് അത് തീരണമെന്ന് നോക്കണം.
അത് എത്ര പുറത്ത് ഔട്ട്സൈഡ് വർക്കുകൾ എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു മെക്കാനിക്കിനായിരിക്കണം ഏൽപ്പിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതിനുശേഷം റിപ്പയറിങ് നടത്തും. സ്വാഭാവികമായിട്ടും റിപ്പയറിങ് നടത്തുന്ന ടെക്നീഷ്യൻസാണ്. നല്ല റിലയബിൾ വർക്കായിരിക്കണം. ക്വിക്ക്ലി അക്കംപ്ലിഷ്ഡ്, പെട്ടെന്ന് തന്നെ തീരണം. സമയത്തിന് വാല്യൂ ഉണ്ട്. വർക്ക് പെർഫോമഡ് നീറ്റ്ലി, വളരെ നീറ്റായിട്ട് തന്നെ വർക്ക് അവിടെ നടന്നിരിക്കണം. അതേപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ ഈ വർക്ക് റിപ്പയറിങ് നടക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യണം എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ടെക്നീഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഫൈനൽ ഇൻസ്പെക്ഷൻ. ടെക്നീഷ്യൻ റിപ്പയറിങ് നടത്തിയതിന് ശേഷം ഫോർമാനോ അല്ലെങ്കിൽ ചീഫ് ടെക്നീഷ്യനോ ചെയ്ത വർക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. നമുക്ക് ആ സ്റ്റെപ്പിനെ ഫൈനൽ ഇൻസ്പെക്ഷൻ എന്ന് വിളിക്കാം. അതിനുശേഷം പിന്നെ നമുക്കറിയാം ഡെലിവറി പ്രിപ്പറേഷൻസ് ആണ്. ഡെലിവറി പ്രിപ്പറേഷൻസ് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ റിപ്പയറിങ് കഴിഞ്ഞതിന് ശേഷം ഈ വാഹനം കസ്റ്റമർ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് പ്രിപ്പറേഷൻസ് നടത്താനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം മെയിൻ്റനൻസ് നടത്തുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ പല ഭാഗത്തും പല അഴുക്കുകളുണ്ടായിരിക്കാം. അത് ക്ലീൻ ചെയ്യാം, അതൊരു പ്രിപ്പറേഷനാണ്. അതുപോലെ തന്നെ ഈ കസ്റ്റമർ വരുമ്പോൾ ഇത്ര എമൗണ്ടായി ഇന്ന വർക്കുകൾ ചെയ്തു എന്നുള്ളത് ഡോക്യുമെൻ്റായി കൊടുക്കുക, അതൊരു ഡെലിവറി പ്രിപ്പറേഷനാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ വാഹനം ഡെലിവറിക്ക് മുന്നോടിയായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെലിവറി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സെയിൽസ് അഡ്വൈസർ എന്നാണ്. സെയിൽസ് നല്ല സർവീസ് അഡ്വൈസറാണ്. ഓക്കെ, അത് ബൈ മിസ്റ്റേക്ക് വന്നതാണ്, അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. സർവീസ് അഡ്വൈസറാണ് ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഡെലിവറി അല്ലേ. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വർക്കുകൾ ചെയ്തു, നമ്മുടെ വാഹനത്തിൽ ഇന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുക്കണം ഓരോ കസ്റ്റമേഴ്സിനും. അതിനുശേഷം പേയ്മെൻറ്റ് നമ്മൾ സ്വീകരിക്കണം. ഈ ഒരു പ്രൊസീജിയർ ഡെലിവറി എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരിക. അതും സർവീസ് അഡ്വൈസറാണ് അത് ഫോളോ അപ്പ് നടത്തേണ്ടത്. ഇവിടെ സെയിൽസ് അഡ്വൈസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ബൈ മിസ്റ്റേക്ക് അതെന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് പോസ്റ്റ് സർവീസിങ് ഫോളോ അപ്പ്. പോസ്റ്റ് സർവീസിങ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്ത് ഈ കസ്റ്റമർ വാഹനം കൊണ്ട് നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്നും പുറത്തേക്ക് പോകും. എന്നിട്ട് അദ്ദേഹം ആ വാഹനം റോഡിലൂടെ ഓടിച്ച് അങ്ങനെ ഒരുപാട് കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ, ഒരുപാട് കിലോമീറ്റേഴ്സ് വേണമെന്നില്ല, നമ്മൾ സർവീസ് കഴിഞ്ഞ ഒരു 1, 2, 3 ദിവസം കഴിഞ്ഞാൽ നമ്മളത് വിളിച്ച് അന്വേഷിക്കണം. എന്തായി, വാഹനത്തിന് വല്ല കേടുപാടുകളുണ്ടോ, നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഓക്കെ അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തിരിച്ച് വരണം. ഇതൊക്കെ നമ്മളോട് പറയുന്ന കാര്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ 9 സ്റ്റെപ്പും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ്. അത് നമ്മളൊന്നും കൂടെ ഒരു മാനേജ്മെൻറ്റ് ടേമിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേമിൽ സംസാരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിലൊന്നാണ് ഡീലർ. ആ ഡീലറുടെ കീഴിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ഡീലറുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് നോക്കാനുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്തം, പ്രൊവൈഡ് ദ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ടു കൺസ്യൂമർ. ഒരു വാഹനത്തെക്കുറിച്ച് ഒരു കസ്റ്റമർക്ക്, ഒരു ഉപഭോക്താവിന് ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു ഡീലർക്ക് കഴിയണം. ഇപ്പോൾ ഒരു ഫോക്സ് വാഗൻ്റെ ഒരു ഡീലർ, ആ ഡീലർ അടുത്ത് പോയിട്ട് ഒരു പോളോ എന്നുള്ള വാഹനത്തെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഡീലർ വരെയാണ് എനിക്കറിയില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ക്യാപ്പബിൾ ആയിരിക്കണം, അത്രയും ഇൻഫോർമേറ്റീവ് ആയിരിക്കണം ഒരു ഡീലർ. അത് ഡീലർ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്, ആക്ട് ആസ് കൺസൾട്ടൻ്റ് ആൻഡ് അഡ്വൈസർ. കൺസൾട്ടൻ്റ് ആൻഡ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡീലർ ഒരു വാഹനത്തെക്കുറിച്ച്, ഇപ്പോൾ ടൊയോട്ട എന്നുള്ള കമ്പനിയുടെ ഡീലറാണ്, നമുക്ക് ടൊയോട്ട എന്നുള്ള വാഹനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാഹനത്തെ പരിചയപ്പെടുത്താനും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ചിലപ്പോൾ നമുക്ക് വാഹനത്തെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല, എൻ്റെ ആവശ്യം ഇന്നതാണ്, ഞാൻ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടാൻ സാധ്യതയുള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് ഏത് വാഹനം വേണം, ഇങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അത് കൺസൾട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇന്ന വാഹനം എടുത്താൽ മതി, നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഈ വാഹനമാണ് നിങ്ങൾക്ക് യോജിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവിധ കൺസൾട്ടൻസും ഉപദേശങ്ങളും അഡ്വൈസും കൊടുക്കാൻ ഒരു ഡീലർ തയ്യാറായിരിക്കണം. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സർവീസ് ട്രെയിനിങ് സെമിനാർ ഹെൽഡ് ബൈ പാരൻറ്റ് കമ്പനി ആൻഡ് കണ്ടക്ട് ഹൗസ് ട്രെയിനിങ്. അതായത് പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് എ മോട്ടോഴ്സ് ഉണ്ട്. എ മോട്ടോഴ്സ് എന്നുള്ളത് ഒരു ഡീലറാണ്. എന്തിൻ്റെ ഡീലർ? മാരുതി സുസുക്കിയുടെ ഡീലറാണ്. ഇപ്പോൾ പാരൻറ്റ് കമ്പനി അവിടെ മാരുതി സുസുക്കിയാണ്. അപ്പോൾ ഈ പാരൻറ്റ് കമ്പനി നമ്മുടെ ഈ ഡീലറിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പറയാറുണ്ടാവും. ആ ട്രെയിനിങ് എന്ത് ചെയ്യണം?
ഡീലേഴ്സ് കൊടുത്തിരിക്കണം. ദെൻ പ്രൊവൈഡ് ഇൻവെൻട്രി ഓഫ് സ്പെയർ പാർട്സ് ആൻഡ് സ്റ്റോക്ക് ഓഫ് വെഹിക്കിൾസ്. ഒന്നുമില്ല, നമ്മുടെ വാഹനത്തിന് വേണ്ട സ്പെയർ പാർട്സ്, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ സ്റ്റോക്ക്, ഇതൊക്കെ അടുത്ത് വേണം? ഡീലറുടെ അടുത്ത് വേണം. ഓക്കെ, ഡീലർ ആ വാഹനവുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സും വാഹനം അന്വേഷിച്ച് വരുന്നവർക്ക് വാഹനം കൊടുക്കാൻ മാത്രം സ്റ്റോക്കും എന്ത് ചെയ്യണം? അവൈലബിൾ ആയിരിക്കണം. ടു റിപ്പോർട്ട് ദ പാരന്റ് കമ്പനി ഫോർ പ്രൊഡക്റ്റ് ഫീഡ്ബാക്ക്. അതായത് പാരന്റ് കമ്പനി, നേരത്തെ പറഞ്ഞു എന്താണ് പാരന്റ് കമ്പനി എന്ന് പറഞ്ഞു. ഈ പാരന്റ് കമ്പനിക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അപ്പം അയച്ചു കൊടുക്കണം. പറയാൻ കാരണം, ഈ പാരന്റ് കമ്പനി നേരിട്ട് കസ്റ്റമേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഈ കമ്പനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ഡീലേഴ്സ് വഴിയാണ്. സോ ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ഓരോ കസ്റ്റമറും കൊടുക്കുന്ന ഫീഡ്ബാക്ക് ഡയറക്റ്റ്ലി അവൈലബിൾ ആവുന്നത് ഡീലറിലേക്കാണ്. ആ ഡീലർ വഴിയാണ് പാരന്റ് കമ്പനിയിലേക്ക് ആ ഫീഡ്ബാക്കിൻ്റെ നല്ലൊരു ശതമാനവും എത്തുന്നത്. സോ അത്തരം സിറ്റുവേഷനിൽ ഈ ഡീലർ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രമേ പാരന്റ് കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒക്കെ സാധിക്കുള്ളൂ. സോ ഫീഡ്ബാക്ക് മസ്റ്റാണ് കൊടുക്കേണ്ടത്. ടു അണ്ടർടേക്ക് എവറി കൈൻഡ് ഓഫ് റിപ്പയർസ് ഇൻക്ലൂഡ് മേജർ അസംബ്ലീസ്, ആക്സിഡൻ്റൽ റിപ്പയർസ് ആൻഡ് മൈനർ റിപ്പയർസ്, പീരിയോഡിക് മെയിൻ്റനൻസ്, ഇലക്ട്രിക് റിപ്പയർ, മെഷീനറി എക്സെട്ര. എല്ലാ തരത്തിലുമുള്ള റിപ്പയറിംഗ് വർക്കുകളും അണ്ടർടേക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഡീലർക്കുണ്ട്. അത് ചെറിയ പ്രശ്നങ്ങളാവട്ടെ, വലിയ പ്രശ്നങ്ങളാവട്ടെ, പീരിയോഡിക് മെയിൻ്റനൻസ് ആവട്ടെ, ഇലക്ട്രിക് റിപ്പയർസ് ആവട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഈച്ച് ആൻഡ് എവറി റിപ്പയറിംഗ് ആക്ടിവിറ്റി ഷുഡ് ബി അണ്ടർടേക്കൺ ബൈ ദ ഡീലർ. ഓക്കെ, അതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡീലറാണ്. നെക്സ്റ്റ് ആണ് ടു ഫോളോ അപ്പ് ദ കമ്പനി വാറണ്ടി. നമ്മുടെ നമുക്കറിയാം, ഓരോ വാഹനത്തിൻ്റെ പാരൻ്റ് കമ്പനി നിർദ്ദേശിക്കുന്ന രൂപത്തിൽ 2-3 വർഷം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ബേസിസിലൊക്കെ വാറണ്ടികൾ അവൈലബിൾ ആണ്. ഈ വാറണ്ടി പ്രൊസീജിയേഴ്സൊക്കെ അണ്ടർടേക്ക് ചെയ്യേണ്ടത് ഡീലറാണ്. നമുക്ക് ആ വാറണ്ടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീലറെ സമീപിച്ചാൽ മതി. സോ ആ വാറണ്ടി ആ കസ്റ്റമർക്ക് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, ഫോളോ അപ്പിംഗ് നടത്തുക എന്നുള്ളത് ഡീലറുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ടു അപ്പോയിൻറ്റ് ദെയർ സബ് ഡീലർ ഇൻ ആൻഡ് ഓതറൈസ്ഡ് സർവീസ് സ്റ്റേഷൻ. അതായത് ഈ ഡീലർക്ക് വേണമെങ്കിൽ ആ ഡീലറുടെ കീഴിൽ ഒരു സബ് ഡീലറെ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്തൊരു ഡീലറുണ്ട്, ആ ഡീലറുടെ സർവീസ് നമ്മുടെ ആ പ്രദേശത്തെ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആ വലിയ വാസ്റ്റായിട്ടുള്ള ഏരിയയിൽ ഓരോ ഏരിയയിൽ ചെറിയ രൂപത്തിൽ സബ് ഡീലർ തുടങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അഡ്വൈസ് നേടണമെന്നുണ്ടെങ്കിൽ, കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സബ് ഡീലർ വഴിയും നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അതുവഴി ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൽ സർവീസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നമുക്ക് പല കാര്യങ്ങളും എഫക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ അടുത്ത സംസാരിക്കാനുള്ള ഡ്യൂട്ടീസ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വർക്ക്ഷോപ്പ് മാനേജർ ഓർ സർവീസ് അഡ്വൈസർ. സർവീസ് അഡ്വൈസറുടെയും വർക്ക്ഷോപ്പ് മാനേജറിൻ്റെയും ചില ഉത്തരവാദിത്തങ്ങളാണ്, അവരുടെ ജോലിയിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്. സർവീസ് അഡ്വൈസർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് മാനേജർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, അല്ലേ? നമുക്കറിയാം. ഒന്നാമത്തെ വർക്ക് ഇൻ പ്രോഗ്രസ് കൺട്രോൾ. അതായത് നമ്മൾ ഏൽപ്പിക്കുന്ന റിപ്പയറിംഗ് വർക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, അതിൽ നിയന്ത്രണം കൃത്യമായിട്ടുണ്ടായിരിക്കണം. വർക്ക്ഷോപ്പ് ഫംഗ്ഷനിങ് സൂപ്പർവിഷൻ. വർക്ക്ഷോപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കണം. ടു പ്ലാനിങ് ആക്ടിവിറ്റീസ് ഫോർ സ്പെയർസ് മാൻ പവർ ടു ഹാൻഡിൽ ദർ കസ്റ്റമേഴ്സ്. അതായത് സ്പെയർ പാർട്സ് കൈകാര്യം ചെയ്യുന്നതിലും കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതിലും അവിടുത്തെ തൊഴിലാളികളെ സജ്ജരാക്കുക എന്നുള്ളത് വർക്ക്ഷോപ്പ് മാനേജറിൻ്റെ, സർവീസ് അഡ്വൈസറിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. റിപ്പോർട്ടിംഗ് മാനുഫാക്ചർ ഫോർ മന്ത്ലി റിപ്പോർട്ട്സ്, വാറണ്ടി ക്ലെയിംസ്, പ്രൊഡക്റ്റ് ഫീഡ്ബാക്ക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസ് ആണെങ്കിൽ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഡീലർ, അപ്പോൾ അവിടുത്തെ മാനുഫാക്ചറർ എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസ് ആണ്. സോ മെഴ്സിഡീസിന് മാസം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ വാറണ്ടി ക്ലെയിംസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കുക. പ്രൊഡക്റ്റ് ഫീഡ്ബാക്കിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സർവീസ് അഡ്വൈസറുടെ ഡ്യൂട്ടി തന്നെയാണ്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ റിലേഷൻ ആക്ടിവിറ്റീസ്, പോസ്റ്റ് സർവീസിങ് ഫോളോ അപ്പ് വിത്ത് കസ്റ്റമറോട് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഫോളോ അപ്പിംഗ് നടത്തണം. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വാഹനം സർവീസ് ചെയ്യാറായി കഴിഞ്ഞാൽ സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് വിളിക്കാറുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ സർവീസ് ചെയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യണം എന്നുള്ളത്, അങ്ങനെയൊക്കെ പറയേണ്ടത്. അതായത് കസ്റ്റമറുമായിട്ടൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളത് സർവീസ് അഡ്വൈസറുടെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സംസാരിക്കാനുള്ളത് മാൻ പവർ ട്രെയിനിങ് ആൻഡ് വർക്ക്ഷോപ്പ് സേഫ്റ്റി. നമ്മുടെ കമ്പനിയിലുള്ള
തൊഴിലാളികളുണ്ടാവും. ഇപ്പോൾ സർവീസ് അഡ്വൈസറുടെ കീഴിലുള്ള സ്കേലാർ സ്ട്രക്ചർ പ്രകാരം സർവീസ് അഡ്വൈസറുടെ കീഴിലുള്ള തൊഴിലാളികളുണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും. ഓക്കെ, ടെക്നീഷ്യൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. സോ ടെക്നീഷ്യൻസിനെ നമുക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് വേണ്ട ട്രെയിനിങ് ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി അവരുടെ ഓരോ വർക്കിലും ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യേണ്ട രീതികളായിരിക്കാം. കാരണം നമ്മുടെ എല്ലാ തൊഴിലാളികൾക്കും ട്രെയിനിങ് കൊടുക്കാൻ പാരൻറ്റ് കമ്പനിക്ക് സാധിക്കില്ല. പാരൻറ്റ് കമ്പനി എന്താ ചെയ്യുക? സർവീസ് അഡ്വൈസർമാർക്ക് ട്രെയിനിങ് കൊടുക്കും. സർവീസ് അഡ്വൈസേഴ്സ് എന്ത് ചെയ്യും? നേരെ ഡീലറിൽ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് ടെക്നീഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതികളൊക്കെ അവലംബിക്കാറുണ്ട്. അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് സേഫ്റ്റിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു സർവീസ് അഡ്വൈസറുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത് നമുക്ക് നോക്കേണ്ടത് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫോർമാൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്നാമത്തെ കാര്യം, റിപ്പോർട്ട് ടു സർവീസ് മാനേജർ അബൌട്ട് ക്രിട്ടിക്കൽ പ്രോബ്ലംസ്. വളരെ പ്രധാനപ്പെട്ട അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സർവീസ് മാനേജർ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. സർവീസ് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സർവീസ് അഡ്വൈസർക്ക് റിപ്പോർട്ട് ചെയ്യണം. ട്രെയിൻ ആൻഡ് സൂപ്പർവൈസ് ടെക്നീഷ്യൻസിനെ സൂപ്പർവൈസ് ചെയ്യലും അവർക്ക് ട്രെയിനിങ് കൊടുക്കലും അവർക്ക് ഓരോ തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയല്ല, ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കറക്റ്റീവ് മെഷേഴ്സ് എന്ന രൂപത്തിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ചെറിയ രൂപത്തിലാണ് പറയുന്നത്. അതൊരു വർക്ക്ഷോപ്പ് സൂപ്പർവൈസറിൻ്റെ അല്ലെങ്കിൽ ഫോർമാൻ്റെ ഡ്യൂട്ടിയാണ്. അഷ്വർ ക്വാളിറ്റി വർക്കിലുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുക. മെയിൻറ്റെയിൻ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റാഫ് ആൻഡ് കസ്റ്റമറുമായും സ്റ്റാഫുമായും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കുക, വളരെ അടുത്ത കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മറ്റൊരു ഡ്യൂട്ടിയാണ്. എങ്കിലേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വർക്കുകൾ ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻഷുറിങ് ക്ലീൻലിനെസ് ഇൻ വർക്ക്ഷോപ്പ് കൃത്യമായിട്ട് ക്ലീൻ തന്നെ നല്ല ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ടൂൾസ്. പ്രത്യേക തരത്തിലുള്ള ടൂൾസ് ഉണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, അതൊക്കെ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫോർമാൻ്റെ ഡ്യൂട്ടിയാണ്. അത് സംസാരിക്കാനുള്ളത് കാഷ്യറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സർവീസ് അഡ്വൈസറെ കുറിച്ച്, ആദ്യം ഡീലറെ പറ്റി പറഞ്ഞു, ദെൻ സർവീസ് അഡ്വൈസറെ പറ്റി പറഞ്ഞു, ദെൻ വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫോർമാനെ പറ്റി പറഞ്ഞു. നാലെന്താണ് കാഷ്യർ. ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് കസ്റ്റമർ അറ്റ് ദ ക്യാഷ് കൗണ്ടറിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, നല്ല രൂപത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് കാഷ്യറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. 2, കോസ്റ്റിംഗ് ഓഫ് കംപ്ലീറ്റഡ് ജോബ്. തീർന്ന ജോബിൻ്റെ ചെലവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് രണ്ടാമത്തെ ഡ്യൂട്ടിയാണ്. മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസുമായിട്ടും നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതും കാഷ്യറുടെ മറ്റൊരു ഡ്യൂട്ടിയാണ്. അത് കാഷ്യറിന് മാത്രമൊന്നുമല്ല, ഒരു ഫേമിൽ ജോലി ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ അവിടെയുള്ള തൊഴിലാളികളുമായിട്ട് പരസ്പരം, എല്ലാ എംപ്ലോയീസുമായിട്ട് പരസ്പരം ഒരു ക്ലോസ് കോണ്ടാക്റ്റ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നല്ല രൂപത്തിൽ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് നമ്മളൊരു മാനസികപരം ആണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ ജോലി ചെയ്യുമ്പോഴും അവിടെ ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോ മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ എംപ്ലോയീസ് എന്നുള്ളത് കാഷ്യറിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ദെൻ ഓട്ടോ മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി. പ്രൊവൈഡ് ക്വാളിറ്റി ഇൻ വർക്ക്. ചെയ്യുന്ന ജോലിയിൽ നല്ല രൂപത്തിൽ ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഒബേ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് സൂപ്പർവൈസർ പറഞ്ഞ രൂപത്തിൽ. സൂപ്പർവൈസർ എന്നുള്ളത് ഫോർമാനാണ്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് സൂപ്പർവൈസറാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളത് പറഞ്ഞു മുന്നേ. അപ്പോൾ ഈ സൂപ്പർവൈസർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അച്ചടക്കം പാലിക്കുക എന്നുള്ളതും ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓട്ടോ മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാമിന് നിങ്ങളോട് ചിലപ്പോൾ ഓട്ടോ മെക്കാനിക്കും ചോദിക്കാറില്ല, ടെക്നീഷ്യൻ എന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഒന്ന് ഫോർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. സർവീസ് അഡ്വൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡീലർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങളാണ് നിരന്തരം ചോദിക്കാറുള്ളത്. ഇനി ഈ ഓട്ടോ മെക്കാനിക്കും ചോദിക്കാറുണ്ട്, ടെക്നീഷ്യൻ ആയിരിക്കും ചില സമയത്ത് അത് പറയാറ്. ദെൻ മെയിൻ്റെനൻസ് ക്ലീൻനെസ് ഇൻ ദ ഷോപ്പിൽ കൃത്യമായിട്ട് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതൊരു ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടിയാണ്, മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടിയാണ്. കൺസൾട്ട് സൂപ്പർവൈസർ വെൻ ഡൗട്ട്. ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ സൂപ്പർവൈസറുമായിട്ട് അത് സംവദിക്കുക എന്നുള്ളത് അതൊരു ഡ്യൂട്ടിയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കണം എന്നില്ല അതിൻ്റെ ആ ഒരു മെയിൻ്റെനൻസ് പ്രൊസീജിയർ. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മേലധികാരികളുമായിട്ട് സംസാരിക്കുക, കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. സ്പോട്ട് ആൻഡ് റിപ്പോർട്ട് അഡീഷണൽ റിപ്പയർ ഓൺ കസ്റ്റമേഴ്സ് വെഹിക്കിൾ. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറയും ഇന്ന വിഷയങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ അത് റിപ്പയറിങ് നടത്തുന്ന സമയത്തായിരിക്കും അത് കൂടാതെ മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ പ്രശ്നങ്ങൾ കണ്ടാൽ, ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്
ഒരു മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടാൽ എന്ന് പറഞ്ഞു, അത് കണ്ടാൽ മാത്രമൊന്നുമല്ല, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ മനസ്സിലൊരു ചിന്ത വേണം. ഒരു മെക്കാനിക്കിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വേണം. അതാണ് സ്പോട്ട് ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. ദെൻ മെയിൻറ്റെയിൻസ് പ്രോപ്പർ റിലേഷൻ വിത്ത് ഓൾ എംപ്ലോയീസ്. ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ദെൻ ക്ലീൻ ആൻഡ് റിട്ടേൺ ഓഫ് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ടൂൾസ്. അതായത് പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റ്സും ടൂൾസൊക്കെ ഉപയോഗിച്ചതിന് ശേഷം റിട്ടേൺ ചെയ്യുക എന്നുള്ളത്, അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ആയുധങ്ങളെ കൃത്യമായിട്ട് പരിഗണിക്കുക, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. ദെൻ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാറണ്ടി പ്രൊസീജിയറാണ്. നേരത്തെ പറഞ്ഞു ഒരു ഡീലർ വാറണ്ടി കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വാറണ്ടി എങ്ങനെയാണ്, അത് പ്രൊസീജിയേഴ്സ് എങ്ങനെ നടക്കുക നമുക്ക് നോക്കാം. ഒന്ന് പാർട്ട് ഐഡൻറ്റിഫിക്കേഷനാണ് ഓർ ഡിഫക്റ്റ് അനാലിസിസ്. അതായത് നമുക്കൊരു വാഹനത്തിൻ്റെ ഇപ്പോൾ ഒരു AC കംപ്രസറാണ്, ആ AC കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഏത് ഭാഗത്തിനാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യാണ്. അതിനുശേഷം റിപ്പോർട്ടിംഗ് ടു വാറണ്ടി ക്ലെയിംസ് ടു ദ വെഹിക്കിൾ മാനുഫാക്ചർ. ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ നമ്മൾ സ്കോഡ എന്നുള്ളൊരു വാഹനം എടുത്തു, സ്കോഡ എന്നുള്ളൊരു കമ്പനി എടുത്തു. ആ സ്കോഡ എന്നുള്ളൊരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു മോഡൽ വാഹനം എടുത്തു, അല്ലെങ്കിൽ വേണ്ട താർ ആയിക്കോട്ടെ, മഹീന്ദ്രയുടെ താർ ആയിക്കോട്ടെ. താറിൻ്റെ AC കംപ്രസറിനൊരു ഇഷ്യൂ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മാനുഫാക്ചർ റിപ്പോർട്ട് ചെയ്യും. അതായത് മഹീന്ദ്ര എന്നുള്ള മാനുഫാക്ചർ കമ്പനിയിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്ലെയിം ബൈ വെഹിക്കിൾ മാനുഫാക്ചർ വാറണ്ടി അനാലിസിസ് സെൻറ്റർ. അതായത് വെഹിക്കിൾ മാനുഫാക്ചർ എന്ത് ചെയ്യും, അത് ഇൻവെസ്റ്റിഗേഷന്, പരിശോധനയ്ക്ക് വിധേയമാക്കും, അന്വേഷണത്തിന് വിധേയമാക്കും. കാരണം ചില സമയത്ത് മാനുഫാക്ചറിലുള്ള മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, പറയാൻ കഴിയില്ല ആ ഡിസൈനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അടുത്ത ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ആ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തേണ്ടി വരും, അല്ലേ? നമ്മൾ ഏതൊരു മെഷീൻസും അങ്ങനെയാണ്. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലൈൻറ്റ്സ് കൃത്യമായിട്ട് അത് നോട്ടിഫൈ ചെയ്യും, അത് മനസ്സിലാക്കി വെക്കും. പ്ലാനിങ് ടു കറക്റ്റ് കംപ്ലൈൻറ്റ്സ്, അതായത് കംപ്ലൈൻറ്റ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം അതിൻ്റെ ഒരു ആസൂത്രണം മനസ്സിലാക്കും. ദെൻ ആക്ഷൻ ടു ടേക്ക് എൻഷുർ ദ കറക്ഷൻ ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഔട്ട് ദ പ്രൊഡക്റ്റ് ലൈൻ. അതായത് നമുക്ക് വാറണ്ടി പ്രൊസീജിയറിൽ എന്തുകൂടെ ഉൾപ്പെടും, നമ്മൾ കൊടുത്ത നമ്മുടെ താർ എന്നുള്ള വാഹനത്തിൻ്റെ AC കംപ്രസറിന് വന്ന ആ ഒരു മിസ്റ്റേക്ക് തിരുത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിർമ്മിക്കുന്ന AC കംപ്രസേഴ്സിൽ ആ ഒരു തിരുത്തൽ വരുത്തി ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതിനുള്ള ആക്ഷൻസ് എടുക്കും. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാറണ്ടി പ്രൊസീജിയറിൻ്റെ, അതായത് നമ്മൾക്ക് വാറണ്ടി പ്രൊസീജിയർ എന്താ, ഒരു AC കംപ്രസർ കംപ്ലൈൻ്റ് ആയി നമ്മൾ പോയിട്ട് എന്ത് പറയും, ഇങ്ങനെ AC കംപ്രസർ കംപ്ലൈൻ്റ് ആയി, വാഹനം എടുത്ത് 2 വർഷമായിട്ടില്ല, എനിക്കത് മാറ്റി തരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡീലർ പറയും ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി തരും, നമ്മളോട് പോരും. ഇത്രേ നമുക്കറിയുള്ളൂ വാറണ്ടി പ്രൊസീജിയർ. പക്ഷേ വാറണ്ടി പ്രൊസീജിയർ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആ വാഹനം നിർമ്മിച്ച കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കമ്പനിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം ആ കമ്പനി ഏത് രൂപത്തിലാണ് അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും കൂടെ വാറണ്ടി പ്രൊസീജിയറിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി കാരണം ലാസ്റ്റ് 6ാമത്തെ പോയിന്റ് നോക്കി മനസ്സിലാവും. ആക്ഷൻ ടേക്ക് ടു എൻഷുർ ദ കറക്ഷൻ ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഔട്ട് ദ പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈനിൽ മുഴുവനായിട്ടും നമ്മൾ ഉന്നയിച്ച ആ ഒരു പ്രോബ്ലം അതവർ മനസ്സിലാക്കി അത് തിരുത്തേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട ആക്ഷൻസ് എടുത്ത് ആ തിരുത്തലോടുകൂടി പ്രൊഡക്ഷൻ ലൈനിലേക്ക് നിർമ്മിക്കുന്ന ആ നിർമ്മാണ രീതിയിലൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതും വാറണ്ടി പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒന്നാണ്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇതിനകത്ത് സംസാരിക്കാനുള്ളത് ഡോക്യുമെൻ്റ് യൂസർ ഇൻ കൺസൈൻമെൻറ്റ് ഷിപ്മെൻറ്റ്. അതായത് ഒന്നുമില്ല, നമ്മൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടിങ് നടത്തേണ്ടി വരും, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്, അല്ലേ? എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഷിപ്മെൻറ്റ് നടത്തുമ്പോൾ, ഷിപ്മെൻറ്റ് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അത് കയറ്റി അയക്കാം. അത് വാഹനത്തിലാവാം, അല്ലെങ്കിൽ ഷിപ്പുകളിലാവാം, എങ്ങനെയാവാം. ഷിപ്മെൻറ്റ് ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ അതിലുണ്ടായിരിക്കേണ്ട ഒന്ന് ബില്ലാണ്, 2 ബിൽ ഓഫ് ലാൻഡിംഗ് ആണ്, എവിടേക്കാണ് പോകുന്നതെന്ന് വേണം. ദെൻ കൺസ്യൂമർ ഇൻവോയ്സ് വേണം, ഏത് കൺസ്യൂമർക്കാണ്, ആരാണത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, എവിടെ നിന്നാണ് അത് വരുന്നത്, ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു കാറാണെങ്കിൽ കാർ എവിടെ നിന്നാണ് വരുന്നത്. ദെൻ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കേഷൻ, അത് ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആണെന്നുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഡോക്ക് റെസിപ്റ്റ് ആൻഡ് വെയർ ഹൗസ് റെസിപ്റ്റ്, അതായത് എവിടെയാണ് വന്നിറങ്ങുന്നത്, എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് ഉണ്ടായിരിക്കണം. ഡെസ്റ്റിനേഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, എവിടേക്കാണ് എത്തിച്ചേരുന്നത്, ഏത് രൂപത്തിലാണത് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മുടെ ഓരോ ഡീലറുടെ അടുത്തേക്കും വലിയ വലിയ ട്രക്കുകളിലൊക്കെ കാറുകൾ കയറ്റി വരാറുണ്ട്. അതൊക്കെ ഒരു കൺസൈൻമെൻറ്റ് ഷിപ്മെൻ്റാണ്. നമ്മളൊരു കാറ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞ് കാറ് കിട്ടുന്നത് മാനുഫാക്ചർ നടത്തുന്നത് ഇങ്ങോട്ട് ഷിപ്മെൻറ്റ് നടത്തണം. ഷിപ്മെൻറ്റ് എന്നുള്ളത് കപ്പലുകളിൽ മാത്രം എന്നുള്ള രീതിയിലല്ല പറയുന്നത്.
നമ്മുടെ വാഹനം എന്നുള്ള ഈ ഒരു മെഷീൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ദെൻ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണം, എക്സ്പോർട്ട് ലൈസൻസ് വേണം. എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ ഇന്ത്യയിലുള്ള ഷിപ്മെൻറ്റ് നടത്തുമ്പോൾ എക്സ്പോർട്ട് ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമ്മളത് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ഷിപ്മെൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ എക്സ്പോർട്ട് ലൈസൻസ് വേണം. നമ്മൾ ഈ സംസാരിക്കുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ എക്സ്പോർട്ട് പാക്കിംഗ് ലിസ്റ്റ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ പാക്കേജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള പാക്കിംഗ് ലിസ്റ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഷിപ്മെൻറ്റ് എന്നുള്ള പ്രൊസീജിയർ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആവാണ്. സോ മൊഡ്യൂൾ 3ൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ഭാഗങ്ങളാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. 2 ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെ 2 ഭാഗങ്ങൾ? ഒന്ന് ഫെയർ കളക്ഷൻ സിസ്റ്റം ആയിരുന്നു അല്ലേ. രണ്ടാമത്തേൽ നമ്മൾ ബസ്സിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അത് ബസ് ഓപ്പറേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡാണ് ബസ് ഓപ്പറേഷൻ എന്നുള്ളത്. സോ ബസ് ഓപ്പറേഷനെ പറ്റി പഠിച്ചതിന് ശേഷം 3ാമത്തെ മൊഡ്യൂളിൽ ആ ബസ് ഓപ്പറേഷൻസൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഫെയർ എന്നുള്ള ഒരു സംവിധാനം വേണം, കൂലി അല്ലേ, നമ്മൾ യാത്രാ കൂലി എന്നുള്ളൊരു രീതി വേണം, എങ്കിലേ അതവിടെ പോസിബിൾ ആവുള്ളൂ. സോ ആ ഫെയർ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഫെയർ ആണ് എന്നുള്ളതാണ് 3ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ ആ ഫെയർ എങ്ങനെ കളക്ട് ചെയ്യാം, ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് കളക്ട് ചെയ്യാം, ഏതൊക്കെ മെത്തേഡിൽ ആ ഫെയർ കണക്കാക്കാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ബസ് ഓപ്പറേഷൻസിൽ വരുന്ന കോസ്റ്റുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ മനസ്സിലാക്കിയതാണ്. കോസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി എന്തിനാണ്? അതിനനുസരിച്ചാണ് ഫെയർ ഇവിടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ. ഇനി ആ 3ാമത്തെ മൊഡ്യൂളിൽ അടുത്തൊരു പാർട്ടായിരുന്നു ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ രീതികൾ നമ്മൾ പഠിച്ചു. ഈ കാലഘട്ടത്തിൽ ഇത്രയും വാഹനം കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഓട്ടോമൊബൈൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ തന്നെ പല ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3ാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം. തന്നെ അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചത് വാറണ്ടി പ്രൊസീജിയർ ആയിരുന്നു. പിന്നെ ഷിപ്മെൻറ്റിന് വേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അപ്പോൾ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.